നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ അപ്പോസ്തോലിക് ഡെയിലി മന്ന എന്ന മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ തിരുവെഴുത്ത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. പ്രിയരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല പ്രതിസന്ധികളിലൂടെ, പല വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതിൽ പ്രധാനമായി നമ്മൾ പറയുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ഒന്നും നമ്മുടെ കൂടെയുള്ളവർ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ലെന്ന് വരും. എന്നാൽ നമ്മൾ പറഞ്ഞിട്ടും അതുപോലെ നമ്മുടെ കൂടെയുള്ളവർ ചെയ്യാത്ത സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ വരികയും നമ്മൾ അവരെ തെറി പറയുകയും അവരെ വഴക്കു പറയുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ ഒരു ദൈവ പൈതലിന് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നാം ക്രിസ്തുവിൽ നമ്മെ ഇപ്പോൾ പുതിയ നിയമസഭ വിശുദ്ധന്മാരെന്നാണ് നമ്മളെ അഭിസംബോധന ചെയ്യുന്നത്. കൊരിന്തിലെ വിശുദ്ധന്മാർ, എഫെസോസിലെ വിശുദ്ധന്മാർ, കൊലോസിയിലെ വിശുദ്ധന്മാർ, തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർ. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞ് വേർപെട്ടിരിക്കുന്നവർ കൂട്ടത്തെ വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. വേർപെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിൽ നിന്നും ലോകകാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വേർപെട്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വഴിയിൽ നിന്നും ചിന്തയിൽ നമ്മൾ വേർപെട്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാവിധ ആസക്തികളിൽ നിന്നും ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വേർപെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ വേർപാടിനെ ഇവിടെ നമ്മൾ വിശുദ്ധന്മാരെന്നുള്ള നാമത്തിന് അവിടെ നമ്മൾ അർഹരായി മാറുകയാണ്. പ്രിയരെ, ഇങ്ങനെ ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മുടെ ജോലിസ്ഥലം നമുക്കുണ്ട്, നമ്മുടെ വീട്ടിലെ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്, കടപ്പാടുകളുണ്ട്. നമ്മുടെ ഭാര്യ, കുടുംബം, കുഞ്ഞുങ്ങൾ, ഇങ്ങനെ ഒത്തിരി കടപ്പാടുകളും ഒക്കെ ബന്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ നമ്മളായിരിക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെയും നമ്മുടെ ജീവിതം എപ്പോഴും ക്രിസ്തുവിൽ എത്രമാത്രം ഏകാഗ്രതമായി, എത്രമാത്രം നിർമ്മലമായി, എത്രമാത്രം പരിശുദ്ധിയോടെ അതിനെ സൂക്ഷിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നമ്മൾ ദൈവവചനത്തിൽ ഇങ്ങനെ വായിച്ചു, വിശുദ്ധന്മാർക്ക് ഉചിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ ഉചിതമല്ലാത്ത ചില കാര്യങ്ങളുടെ പേരുകളാണ് നമ്മളിവിടെ വായിച്ചത്. ചീത്തത്തരം, ചീത്ത വിളിക്കുക. നമുക്കറിയാം, ജീവിതത്തിൽ ചീത്ത വിളിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക്, നമ്മളുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ പല രീതിയിലും അവർ നമ്മളുടെ ചിന്തയ്ക്കനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ അതനുസരിച്ചോ ഒന്നും ആകാതെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരെ ചീത്ത വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദേഷ്യം വരുമ്പോൾ ചിലർ ചീത്ത വിളിക്കും. ചിലർക്ക് എപ്പോഴും ചീത്ത വിളിക്കുക എന്നുള്ളത് ഒരു ടെൻഡൻസി പോലെ എപ്പോഴും നാവിന്മേൽ ചീത്ത, തെറി തുടങ്ങിയ വാക്കുകളുടെ ഒരു അതിപ്രസരം അവരുടെ നാവിലേക്ക് വരും. ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷനിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ ചീത്ത വിളിക്കുക, പൊട്ടച്ചൊൽ, ചിലപ്പോൾ എപ്പോഴും പൊട്ടച്ചൊല്ല് പറഞ്ഞ് എപ്പോഴും അതിൽ ആയിരിക്കുക, ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങൾ, അർത്ഥമില്ലാത്ത വാക്കുകൾ, അർത്ഥമില്ലാത്ത ചിന്തകൾ, ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടാണ് കളിവാക്കുകൾ പറയുക. എപ്പോഴും കളിയാക്കുന്ന ഒരു പ്രവണത പലപ്പോഴും പല വ്യക്തികളിലും അവരെ തന്നെ ഉയർത്തുകയും മറ്റുള്ളവരെ കളിയാക്കുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി ധാരാളം പേരിൽ നമ്മൾ കാണുന്നുണ്ട്. കളിവാക്ക് പറയുക. പല കളിവാക്കുകളും വളരെ ഗൗരവമായി പലരും ഏറ്റെടുത്ത് പിന്നെ അതിനെ സംബന്ധിച്ച് വലിയ വാക്കുവാദങ്ങളും തർക്കങ്ങളും ഒടുവിൽ വലിയ വഴക്കുകളും പ്രശ്നങ്ങളുമായിട്ട് എന്നേക്കുമായി അകന്നു പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പല ചർച്ചിലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഒരു നല്ല ബോധ്യം നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ദൈവ പൈതലാണ് എന്നുള്ള നല്ല ബോധ്യവും ഉറപ്പ് നമുക്കുണ്ടാകണം. എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മൾ ആരാണെന്നുള്ള ബോധത്തിൽ നിന്ന് മറന്ന് നമ്മൾ ലോക മനുഷ്യരെ പോലെ ചീത്ത വിളിക്കാനും
പൊട്ടച്ചൊൽ പറയാനും കളിവാക്ക് പറയാനും ഒക്കെയുള്ള ഒരു പ്രേരണയും പ്രവണതയും നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ജഡത്തിന് ചിന്ത മരണവും ആത്മാവിൻ്റെ ചിന്തയിൽ ജീവനും സമാധാനവും എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ജഡചിന്തയിൽ എല്ലാ തെറിയും, എല്ലാ ചീത്തത്തരവും, എല്ലാ പൊട്ടച്ചലും, എല്ലാ കളിവാക്കും ഈ ജഡചിന്തകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജഡത്തിൻ്റെ ആ മോഹങ്ങളെ മരിപ്പിക്കുവാൻ നമ്മൾ നമ്മുടെ മുന്നിലേക്കുന്ന വ്യക്തിയെ വലിയ ദേഷ്യത്തോടെയും കോപത്തോടെയൊക്കെ സംസാരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചിന്ത വരും. അതിനെയൊക്കെ നിയന്ത്രിച്ച് അതിനെയൊക്കെ മറികടന്ന് ജീവിക്കുവാൻ വേണ്ടി ഒരു പ്രേരണയാണ് നമുക്ക് പുതിയ നിയമത്തിൽ ദൈവവചനത്തിലൂടെ ലഭിക്കുന്നത്. നമ്മൾ ചീത്ത വിളിച്ചതുകൊണ്ടോ പൊട്ടച്ചൽ പറഞ്ഞുകൊണ്ടോ കളിവാക്ക് പറഞ്ഞുകൊണ്ടോ ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. നമുക്കും ഉണ്ടാവുന്നില്ല, കേൾക്കുന്ന വ്യക്തികൾക്കും ഉണ്ടാവുന്നില്ല. ദൈവത്തിന് ഇതെല്ലാം അറപ്പാകുന്നു. നമ്മളിൽ നിന്ന് ഉയരേണ്ടത് നല്ല സൗരഭ്യങ്ങളാണ്, നല്ല അതിന് പകരം ദുർഗന്ധം ഉയരുന്നത് പോലെയാണ്. നമുക്കറിയാം, നല്ല സ്മെല്ല്, അത് എല്ലാവരും മണക്കും, അത് സ്മെല്ല് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ദുർഗന്ധം അവിടെ നമ്മൾ ഒഴിഞ്ഞു മാറും. ഒരു ദുർഗന്ധം പിടിച്ച ഒരു ചേറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഒഴിഞ്ഞു മാറും. ദുർഗന്ധം എവിടെ നിന്ന് വരുന്നു അവിടെ നിന്നെല്ലാം നമ്മൾ മൂക്കുപൊത്തി അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ദുർഗന്ധങ്ങളാണ് ചീത്തത്തരം, ദുർഗന്ധങ്ങളാണ് പൊട്ടച്ചൊൽ, ദുർഗന്ധങ്ങളാണ് കളിവാക്ക്. ഇതെല്ലാം സൗരഭ്യമല്ല, ഇതെല്ലാം അശുദ്ധമായ, നമുക്ക് അത് സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്ന, അറപ്പുളവാക്കുന്ന ഒരു അനുഭവമാണ്. ഇതൊക്കെ നമ്മളിൽ നിന്ന് പുറത്തു വരാതെ അതിനെ എന്നേക്കുമായി കുഴിച്ചിട്ട് നമുക്ക് സൗരഭ്യം പുറപ്പെടുവിക്കത്തക്കോണം സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ എന്നുള്ള വലിയ സൗരഭ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറത്തു വരുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് നമ്മൾ ഈ പ്രഭാതത്തിൽ നല്ലൊരു തീരുമാനത്തോടെ, നല്ലൊരു ശുദ്ധീകരണത്തോടെ നമ്മൾ ഈ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ നമ്മൾ വളരെ അതിൻ്റെ മേൽ ഗൗരവത്തോടെ നമ്മളത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നമുക്കുണ്ടാകും. പല ബന്ധങ്ങളും ചീത്ത വിളിച്ചതുകൊണ്ട് അകന്നുപോയി, പൊട്ടച്ചൊല്ല് പറഞ്ഞതുകൊണ്ട്, കളിവാക്ക് പറഞ്ഞതുകൊണ്ട് പല ബന്ധങ്ങളും എന്നേക്കുമായി അകന്നുപോയി. വലിയ കാര്യം ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട പലരും നിസ്സാരമായ ചില കാര്യങ്ങളുടെ വാക്കിനാലുള്ള ആ ഒരു ദോഷത്താൽ വലിയ അകൽച്ച സംഭവിച്ച് എന്നേക്കുമായി വലിയ നഷ്ടം ഉണ്ടായിരിക്കുകയാണ്. വലിയ പുരോഗതിയിലേക്ക് വരേണ്ട പലരും അത് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് തരം താണപ്പെട്ടു. അതെങ്ങനെയാണ് സംഭവിച്ചത്? ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് തുടങ്ങിയ കാര്യങ്ങളുടെ അതിപ്രസരണം നിമിത്തമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ ടെൻഡൻസികളും പ്രവണതകളും എല്ലാം ഒഴിഞ്ഞ് അതിൽ നിന്ന്, അത് നമുക്കുള്ളതല്ല, അത് അങ്ങനെയുള്ള എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ദുർവാക്കുകളിൽ നിന്നും നമ്മൾ നമ്മുടെ നാവിനെയും മനസ്സിനെയൊക്കെ ശുദ്ധീകരിച്ച് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ദൈവം നമ്മളോട് വലിയവ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇതിനെ അതിജീവിക്കാനുള്ള വലിയ കൃപയും കരുണയും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ദൈവകൃപയിൽ സൂക്ഷിക്കണം കർത്താവെ. ഞങ്ങളുടെ നാവിൽ നിന്ന് ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ വരട്ടെ. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്കി, ഇങ്ങനെയെല്ലാം ദുർഗുണങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. ദൈവനാമത്തിൽ എല്ലാവരും ബ്ലെസ് ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം തന്നതിനായി സ്തോത്രം. മഹത്വം അംഗീകരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.